ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് ശ്രീ വ്ളോഗ്സ്. അപ്പം നമ്മുടെ ചാനൽ ഇപ്പം 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം അതിലൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടില്ലായിരുന്നു ഇതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം എല്ലാവരോടും താങ്ക് യു ഫോർ സപ്പോർട്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഫൈനലി ഞാൻ മാത്സും കെമിസ്ട്രിയുടെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ PYQs നോക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം എനിക്ക് ഫിസിക്സ് കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ഈ കമ്പ്യൂട്ടർ സയൻസ് തൊട്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചത് കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും കൂടെ പഠിക്കാനാണ്. ഫിസിക്സ് പറ്റുവാണെങ്കിൽ നോക്കാം, ഇല്ലേ പറ്റത്തില്ല, സമയം കിട്ടിയില്ല വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ട് ഞാൻ പഴയ യൂട്യൂബ് ലൈവ് കണ്ടാണ് പഠിക്കുന്നത്. ഇപ്പം തൽക്കാലം ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പം ബുക്ക് സെറ്റ് മേടിച്ച് അങ്ങനെ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവർക്കും എങ്ങനെയുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്തോ എന്നൊക്കെ അറിയിക്കുക. ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് തുടക്കമായതേ ഉള്ളൂ. അപ്പം ഈ ചാപ്റ്റർ എളുപ്പമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ചാപ്റ്ററാണ്. സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സിൻറ്റാക്സൊക്കെ മറന്നിട്ടുണ്ട്. അപ്പം ഇനി അതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കണം. അപ്പം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. എല്ലായിടത്തും മഴയുണ്ടെന്നറിയാം. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഹെഡ്സെറ്റ് എടുക്കുന്നത്. ഭയങ്കര മഴയുടെ ഒച്ചയാണ്. ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോഴും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡിലേ ആയിപ്പോകുന്ന മഴയുടെ ഒച്ചയും കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയുക. അപ്പം എല്ലാവരും ബുക്കൊക്കെ പൊതിഞ്ഞു. സ്കൂളിൽ തുറക്കാൻ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇനി ഏകദേശം 9 ദിവസം കൂടി ഏതാണ്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് കുറച്ചും കൂടെയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറന്ന് കഴിഞ്ഞ് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് വന്ന ക്ഷീണമോ അതൊക്കെ കാരണം പോകും. അതുകൊണ്ട് ഇനിയുള്ള ദിവസം പഠിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലായിരിക്കും. നമുക്ക് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നതിനൊപ്പം അല്ല, നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ മുമ്പിലെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് ടീച്ചർ പഠിപ്പിക്കുകയും റിവിഷനും ആവും. നമുക്ക് വീട്ടിൽ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കുകയും ചെയ്യാം. അപ്പം ഈ തുടക്കത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പോലെ നന്നായിട്ട് പഠിക്കുക. ഓണാവധിക്ക് മുമ്പ് നിങ്ങളെല്ലാവരും മാക്സിമം പഠിച്ച് തീർക്കാൻ പറ്റുന്നത് പഠിച്ച് തീർക്കുക. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ അതും നമുക്ക് അത്രയും സമയം കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പം +2ൻ്റെയൊക്കെ വിജയശതമാനവും കുറഞ്ഞു വരികയാണ്. അപ്പം നമുക്ക് ഫുൾ A+ വിചാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് എത്രയും നേരത്തെ പഠിച്ച് തീർക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ പഠിച്ച് തീർക്കാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പം നമുക്ക് കുറേ പേരൊക്കെ പാസ് പോലും ആവുന്നില്ല +2. അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും കഴിവതും നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങാൻ നോക്കുക. ഫിസിക്സ് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചപ്പോഴത്തേക്കിനും ആകെപ്പാടെ ടയേർഡുമായി, മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയി. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് ഇപ്പോൾ തൽക്കാലം പഠിക്കുന്നില്ലെന്ന് വിചാരിച്ച് നാളെ വല്ലതും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.